കല്ലൂസ് PC ലേണിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 11 നോക്കുന്നത്. സ്വരുക്കൂട്ടം കരുതി വയ്ക്കാം. അതിൽ കൂടുതലും ബാങ്കിനെ പറ്റിയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായി സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പണം വായ്പയായി നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. എന്താണ് പണം? സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പകരമായി സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ പണമായി വിളിക്കാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം നിശ്ചയിച്ച് കൈമാറ്റം സുഗമമാക്കാൻ സഹായിക്കുന്നത് പണമാണ്. ബാങ്ക്. ഇറ്റാലിയൻ ഭാഷയിലെ ബാങ്ക, ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക് എന്നീ പദങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ബാങ്ക് എന്ന വാക്കുണ്ടായത്. രണ്ടു വാക്കുകളുടെയും അർത്ഥം ബെഞ്ച് എന്നാണ്. പണ്ട് ഇറ്റാലിയൻ തെരുവുകളിൽ സ്വർണവും വെള്ളിയുമൊക്കെ ഈടായി സ്വീകരിച്ച് വ്യാപാരികൾ പണം കടം കൊടുത്തിരുന്നു. നാണയങ്ങൾ നിരത്തിവെച്ച ബെഞ്ചുകളിൽ ഇരുന്നാണ് അവർ ഇടപാടുകൾ നടത്തിയിരുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ പുതിയൊരു ബാങ്കിംഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്ക്. 1770 സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്ക്. കേരളത്തിലെ ആദ്യ ബാങ്ക് 1899 കോഴിക്കോട് ആസ്ഥാനമായി സ്ഥാപിതമായ നെടുങ്ങാടി ബാങ്കാണ്. അപ്പു നെടുങ്ങാടിയാണ് ഈ സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചത്. 1935 സ്ഥാപിക്കപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. ഇതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മങ്ങൾ നോക്കാം. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നു, വായ്പ നിയന്ത്രിക്കുന്നു, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. പണം കടം വാങ്ങുമ്പോൾ അധികമായി തിരികെ ലഭിക്കേണ്ടതും നിക്ഷേപങ്ങൾക്ക് അധികമായി ലഭിക്കുന്ന തുകയുമാണ് പലിശ എന്ന് പറയുന്നത്. ബാങ്ക് അക്കൗണ്ട്. ബാങ്കും ഇടപാടുകാരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള ക്രമീകരണമാണ് ബാങ്ക് അക്കൗണ്ട്. ഇവ രേഖപ്പെടുത്തുന്നത് പാസ്ബുക്കിലാണ്. പാസ്ബുക്ക്. ബാങ്കും ഉപഭോക്താവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനമാണ് പാസ്ബുക്ക്. ഉടമയുടെ പേര്, വിലാസം, അക്കൗണ്ടിന്റെ സ്വഭാവം, അക്കൗണ്ട് നമ്പർ, ബാങ്കിനെ സംബന്ധിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ എന്നിവ ഇതിൽ ഉണ്ടാകും. 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് രക്ഷിതാവിനൊപ്പം സംയുക്ത അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓൺലൈനായും ആരംഭിക്കാവുന്നതാണ്. ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് അക്കൗണ്ടുകളെ പ്രധാനമായും 3ആയി തിരിച്ചിരിക്കുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ: വ്യക്തിഗത അക്കൗണ്ട്, സംയുക്ത അക്കൗണ്ട്, സ്ഥാപന അക്കൗണ്ട്. വ്യക്തിഗത അക്കൗണ്ട് ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ട്. ആ വ്യക്തിക്ക് മാത്രമേ ഈ അക്കൗണ്ടിലൂടെ ബാങ്കുമായി ഇടപാടുകൾ നടത്തുവാൻ കഴിയുള്ളൂ. സംയുക്ത അക്കൗണ്ട് 2ഓ അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചേർന്ന് ആരംഭിക്കുന്ന അക്കൗണ്ടാണ് സംയുക്ത അക്കൗണ്ട്. സ്ഥാപന അക്കൗണ്ട് ഒരു സ്ഥാപനത്തിന്റെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ട്. സ്ഥാപനത്തിലെ അധികാരപ്പെട്ട വ്യക്തിയാണ് അക്കൗണ്ട് ആരംഭിക്കുന്നതും ഇടപാടുകൾ നടത്തുന്നതും. നിക്ഷേപങ്ങൾ: സമ്പാദ്യ നിക്ഷേപങ്ങൾ, പ്രചലിത നിക്ഷേപങ്ങൾ, സ്ഥിര നിക്ഷേപങ്ങൾ, ആവർത്തിത നിക്ഷേപങ്ങൾ. അതിൽ സമ്പാദ്യ നിക്ഷേപങ്ങൾ നോക്കാം. വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള നിക്ഷേപമാണിത്. വ്യക്തിഗത സംയുക്ത അക്കൗണ്ടുകാർക്ക് സമ്പാദ്യ നിക്ഷേപം തുടങ്ങാവുന്നതാണ്. ഈ നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കുറഞ്ഞ നിരക്കിൽ പലിശ നൽകാറുണ്ട്. എത്ര തവണ വേണമെങ്കിലും പണം നിക്ഷേപിക്കാം. എന്നാൽ പണം പിൻവലിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. പ്രചലിത നിക്ഷേപങ്ങൾ വ്യാപാരികളെയും വ്യവസായികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിക്ഷേപമാണിത്. ഒരു ദിവസം എത്ര ഇടപാടുകൾ വേണമെങ്കിലും നടത്താം. പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും നിയന്ത്രണങ്ങളില്ല. ഈ നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കുന്നതല്ല.
സ്ഥിര നിക്ഷേപങ്ങൾ ഒറ്റത്തവണ മാത്രം നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിക്ഷേപം പലിശയോടുകൂടി പിൻവലിക്കുകയും ചെയ്യുന്ന നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപങ്ങൾ. ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കൂടുതൽ പലിശ നൽകുന്നു. ആവർത്തിത നിക്ഷേപങ്ങൾ സ്ഥിര നിക്ഷേപത്തിന്റെ മറ്റൊരു രൂപമാണിത്. ഒരു പ്രത്യേക കാലയളവിലേക്ക് നിശ്ചിത തുക കൃത്യമായ ഇടവേളകളിൽ, ദിവസത്തിൽ, ആഴ്ചയിൽ, മാസത്തിൽ ഇങ്ങനെ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. കാലാവധി പൂർത്തിയായതിനു ശേഷമേ തുക പിൻവലിക്കുവാൻ കഴിയൂ. സമ്പാദ്യ നിക്ഷേപത്തെക്കാൾ കൂടുതൽ പലിശ ലഭിക്കുന്നു. 1970കളുടെ തുടക്കത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കു വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സമ്പാദ്യ പദ്ധതിയാണ് സഞ്ചയിക. ഇപ്പോൾ സ്റ്റുഡൻറ് സേവിംഗ് സ്കീം എന്ന പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബാങ്കിംഗ് പ്രവർത്തനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടി രൂപപ്പെടുത്തിയതാണിത്. ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്നും അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തിയ പാസ്ബുക്ക് ലഭിക്കും. വിവിധ തരം ബാങ്കുകൾ: വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ. ഇതിൽ വാണിജ്യ ബാങ്കുകൾ നോക്കാം. ബാങ്കിംഗ് മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ. നിക്ഷേപം സ്വീകരിക്കൽ, വായ്പ നൽകൽ, ലോക്കർ സൗകര്യം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ ബാങ്കിംഗ് എന്നീ സേവനങ്ങൾ ഇടപാടുകാർക്ക് ലഭ്യമാക്കുന്നു. വാണിജ്യ ബാങ്കുകളെ പൊതുമേഖലാ ബാങ്കുകളെന്നും സ്വകാര്യ ബാങ്കുകളെന്നും രണ്ടായി തരംതിരിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് പൊതുമേഖലാ ബാങ്കുകൾ. ഉദാഹരണം യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് സ്വകാര്യ ബാങ്കുകൾ. ഈ ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഉദാഹരണം സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്. സഹകരണ ബാങ്കുകൾ കർഷകർക്കും കൈത്തൊഴിലുകാർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ. സ്വയം സഹായവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, നിക്ഷേപം വർദ്ധിപ്പിക്കുക, സ്വകാര്യ പണമിടപാടുകളുടെ ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നിവയാണ് സഹകരണ ബാങ്കുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കേരള സർക്കാർ രൂപീകരിച്ച കേരള ബാങ്ക് അത്തരത്തിലൊരു ബാങ്കാണ്. ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളെ റൂറൽ സഹകരണ ബാങ്കുകൾ എന്നും നഗരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നവയെ അർബൻ സഹകരണ ബാങ്കുകൾ എന്നും വിളിക്കുന്നു. കേരള ബാങ്ക് കേരള സർക്കാർ രൂപീകരിച്ച ഒരു സഹകരണ ബാങ്കാണ് കേരള ബാങ്ക്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആണ് കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കുകളും സംയോജിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. വികസന ബാങ്കുകൾ വ്യവസായ, വാണിജ്യ, കാർഷിക രംഗങ്ങളിൽ ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ. ഉദാഹരണം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക്. ആധുനിക കാലഘട്ടത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ബാങ്കിംഗ്. മാറുന്ന കാലത്തിനനുസരിച്ച് ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്ന നിരവധി സംവിധാനങ്ങൾ ബാങ്കുകൾ നടത്തി വരുന്നു. ബാങ്കിൽ നേരിട്ട് പോയി ഇടപാടുകൾ നടത്തിയിരുന്ന കാലം മാറിയിരിക്കുന്നു. മൊബൈൽ ആപ്പുകൾ, ഇന്റർനെറ്റ് ബാങ്കിംഗ് എന്നിവയുടെ വരവോടെ ഇടപാടുകാർക്ക് വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ അനായാസം ലഭ്യമാകുന്നു. കയ്യിൽ പണം കരുതാതെയും പണമിടപാടുകൾ നടത്താൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ബാങ്കിംഗ് മാറിക്കഴിഞ്ഞു. ATM ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുവാൻ ATM നമ്മെ സഹായിക്കുന്നു. CDM സൗകര്യം ഉപയോഗിച്ച് ഏത് സമയത്തും പണം നിക്ഷേപിക്കുവാനും കഴിയും. UPI
ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന ഡിജിറ്റൽ സംവിധാനമാണ് UPI. ബാങ്കിലോ ATMിലോ പോകാതെ പണമിടപാടുകൾ നടത്തുവാൻ ഈ സംവിധാനത്തിലൂടെ കഴിയും. ഏത് സമയത്തും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ പണം കൈമാറാം. QR കോഡ്, മൊബൈൽ ഫോൺ നമ്പർ, അക്കൗണ്ട് നമ്പർ എന്നിവ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താം. അടുത്ത ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും. പണമിടപാടുകൾ നടത്തുവാൻ വേണ്ടി ബാങ്കുകൾ ഇടപാടുകാർക്ക് നൽകുന്ന കാർഡുകളാണ് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും. പണം കൈവശം കരുതണ്ട എന്നതാണ് ഇതിലൂടെ ഇടപാടുകാർക്ക് ലഭിക്കുന്ന പ്രധാന സൗകര്യം. എന്നാൽ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുവാൻ കഴിയൂ. അക്കൗണ്ടിൽ പണമില്ലെങ്കിലും ഇടപാടുകൾ നടത്തുവാൻ സഹായിക്കുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് നിശ്ചിത ദിവസത്തേക്ക് ബാങ്കുകൾ പണം കടമായാണ് നൽകുന്നത്. സമയപരിധിക്കുള്ളിൽ പണം തിരികെ അടച്ചില്ലെങ്കിൽ ബാങ്കുകൾ പലിശ ഈടാക്കുന്നതാണ്. സൈബർ രംഗത്ത് ധാരാളം തട്ടിപ്പുകൾ ഇന്ന് വ്യാപകമാണ്. ഇവ തിരിച്ചറിയുന്നതിനും പ്രതിരോധിക്കുന്നതിനും സ്വീകരിക്കേണ്ട ചില മുൻകരുതൽ നമുക്ക് നോക്കാം. ATM പിൻ, OTP എന്നിവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത്. സംശയാസ്പദമായ ഓൺലൈൻ ലിങ്കുകൾ തുറക്കാതിരിക്കുക. അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഫോൺ സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക. ATM പിൻ ഫോണിൽ സൂക്ഷിക്കാതിരിക്കുക. ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക. പാസ്വേഡ് ഇടയ്ക്കിടെ മാറ്റുക. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിപ്പെടുന്നതിന് ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങളുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930 1930. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. താങ്ക് യു.